ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളെ ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നുകാണ്ട് യാത്ര ചെയ്യുന്നത് എവിടുക്കാൻ നിങ്ങൾക്ക് അറിയോ? എങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ ഒരുപാട് നേരം നിന്നു. പിന്നീട് ഞങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ റാക്കിൽ കയറിയാണ്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കണ്ണൂരിലോട്ട് പോകുന്നത്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് രജീഷേട്ടൻ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കിഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും വിളിച്ച സ്ഥിതിക്ക് നമ്മൾ പോയി നോക്കാതിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ആ വാഹനത്തിന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എടുത്ത് അദ്ദേഹത്തിനോട് പ്രൈസ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആയതിന്റെ ശേഷം ഞങ്ങൾ നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. വീടിന്റെ മുമ്പിൽ തന്നെ നമ്മുടെ മുതൽ കിടക്കുന്നുണ്ട്. അങ്ങനെ വീടിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് ട്രോഫീസും മെഡൽസും കണ്ടു. അപ്പൊ രജീഷേട്ടനോട് ചോദിച്ചു, ഇതൊക്കെ ആരുടെ ട്രോഫിയാണ് ചോദിച്ചപ്പോ ചെറിയ മോളുടെയാണ്. ആളൊരു കരാട്ടയാണ്, മാത്രമല്ല ചെറിയൊരു ബോക്സറും കൂടിയാണ്. ഒരുപാട് മെഡൽസും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അംഗീകാരം കിട്ടിയ ഒരാളും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിന്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പഴയ വാഹനത്തിൽ ചെറിയൊരു ലോൺ ഉണ്ടായിരുന്നു. ലോണൊക്കെ ഞങ്ങൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യാൻ നിന്നത്. ആ ഒരു വാഹനത്തിന്റെ ആർസി ഒക്കെ രജീഷേട്ടൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ തന്നെ ആ ഒരു വാഹനത്തെ അദ്ദേഹം എത്രത്തോളം നോക്കുന്നുണ്ടെന്നില്ല നമുക്ക് മനസ്സിലാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആർസി വരെ നല്ല കവേർഡ് ആയിട്ട് വാഹനം കണ്ടാൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ അദ്ദേഹം നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു. കീ ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് നമുക്കൊരു 11 രൂപ അദ്ദേഹം തന്നു, ഒരു കൈനീട്ടം എന്ന രീതിയിൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ഒരു വീട്ടിൽ നിന്നൊരു മെമ്പർ ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് ആ ഒരു വാഹനത്തിനെ അദ്ദേഹം യാത്ര ആക്കിയത്. അടുത്ത വണ്ടി എടുക്കാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഓക്കെ, എന്നാ ശരി കേട്ടോ. അതായത് ആ വാഹനത്തിന് തൊട്ടും തലവടിയും ഒക്കെ അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണെന്നുള്ളത് അപ്പൊ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ ഒരു വാഹനം എടുത്ത് നേരെ സ്ട്രൈറ്റ് ടു ഹോം ഞങ്ങൾ പിടിച്ചു. എന്തായാലും ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാലും സെയിം ഡേയിൽ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വാഹനങ്ങൾ സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.